ക്ഷീരമേഖലയോടുള്ള സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കിയിൽ കർഷക പ്രതിഷേധം. KSMSA വാത്തിക്കുടി ഇടുക്കി ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തടിയമ്പാട് ക്ഷീരവികസന ഓഫീസിന് മുമ്പിൽ സൂചനാ സമരവും കരിദിനാചരണവും സംഘടിപ്പിച്ചു. പാൽവില വർദ്ധിപ്പിക്കുക, സൊസൈറ്റികളിൽ അളക്കുന്ന പാലിന്റെ അളവിനനുസരിച്ച് കാലിത്തീറ്റയ്ക്ക് സബ്സിഡി നൽകുക, ക്ഷീരകർഷകരുടെ വിവിധ പ്രശ്നങ്ങൾ പരിഗണിക്കുക, സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക, ക്ഷീരസംഘങ്ങൾ വഴി വെറ്റിനറി മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. KSMSA വാത്തിക്കുടി ബ്ലോക്ക് പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പ്രസിഡന്റ് സോണി ചൊള്ളാമഠം ഉദ്ഘാടനം ചെയ്തു. പാലിനും കുടിവെള്ളത്തിനും ഇന്ന് ഏകദേശം ഒരേ വിലയാണെന്നും നിലവിൽ ലിറ്ററിന് 40 രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞത് 50 രൂപയെങ്കിലും ലഭിച്ചാൽ മാത്രമേ ക്ഷീരമേഖലയെ നിലനിർത്താൻ കഴിയൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് മിൽമ മേഖലാ ഫെഡറേഷൻ എല്ലാവിധ അവകാശങ്ങളും പാൽവില കൂട്ടുവാനുള്ള അവകാശങ്ങള് ഗവൺമെന്റും കോടതിയും നൽകിയിട്ടും അതിന് മുതിരാതെ കഴിഞ്ഞ ദിവസം പോലും നടന്ന ഫെഡറേഷൻ മീറ്റിംഗിൽ അജണ്ട പോലും വെച്ച് ചർച്ച ചെയ്യാൻ ഈ പ്രശ്നം തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നമ്മൾ സമര പ്രഖ്യാപനവുമായിട്ട് KSMSA കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ പാൽവില വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഉറപ്പ് കിട്ടിയ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമര പരിപാടികളുമായി മുന്നോട്ട് പോകായിരുന്നത്. 4 മുതൽ 6 വരെ വില വർദ്ധിപ്പിക്കാമെന്നുള്ള ശുപാർശ ഫെഡറേഷന്റെ മുമ്പിലേക്ക് ഗവൺമെന്റ് വെച്ചിട്ടും അതിന് തയ്യാറാകാതെ ഫെഡറേഷൻ ഒളിച്ചു കളിക്കുകയാണ്. ഈ മാസം 12-ന് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ചിന് മുന്നോടിയായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സൂചനാ സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ജില്ലാ സെക്രട്ടറി ടോമി തെങ്ങുംപള്ളി, മേഖലാ യൂണിയൻ മെമ്പർ അനിൽ എറണാകുളം, അജേഷ് വക്കച്ചൻ, ജോബി വയലിൽ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി.